ആ ഇനി ആ പാത്രം എടുത്ത് അവിടെ വെക്കണം. പാലങ്ങ് നന്നായിട്ട് തിളയ്ക്കണം. എന്താ അതെടുക്കാൻ UK രാജശേഖരൻ സാർ വരുമോ? ശാലിനി വെറുതെ എന്റെ അച്ഛനെ പറഞ്ഞോണ്ടല്ലോ. ഇതുപോലെ ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ എന്റെ അമ്മയെ പറഞ്ഞുകൊണ്ടിരുന്നവളാ നീ. ചായക്കടക്കാരിയുടെ മകളെന്ന്. ചായക്കടക്കാരിയുടെ മകളായതുകൊണ്ട് ഒരു ഗുണമുണ്ടടി, വല്ലതും വെച്ചുണ്ടാക്കാൻ അറിയാം. രാഷ്ട്രപതി പദം വരെ എത്തിയാലും സ്വന്തമായിട്ടൊരു ചായ ഇട്ട് കുടിക്കാൻ അറിയാത്ത പെണ്ണ് വെറും വട്ടപൂജ്യ, വെറും ഒരോട്ടക്കാലണ. ഡീ, ഞാൻ ആരാണെന്ന് അറിയോ നിനക്ക്? ആരായാലും മര്യാദയ്ക്ക് പാത്രം എടുത്ത് വെക്കേ. ഏത് പൊന്നു തമ്പുരാന്റെ മകളാണെങ്കിലും നീ ഇപ്പൊ പത്മാവതി അമ്മയുടെ വീട്ടിലെ അടുക്കളക്കാരി മാത്ര. ഏത് വലിയ ജോലി ചെയ്യുന്നവരായാലും ഓരോ സമയത്ത് സ്വന്തമായിട്ട് തുന്നൽക്കാരനും ബാർബറും ചെരുപ്പൂത്തിയും ഒക്കെ ആവാറുണ്ട്. അതുകൊണ്ട് മേലാൽ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്ന ജോലിയുടെ പേരിൽ ആരും നീ പരിഹസിച്ചു പോരുത്. അപ്പോഴേ നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? ആ സേമിയ, ആ സേമിയ എടുത്തേ. ഇനി കവർ പൊട്ടിച്ച് ചെറുതായി ചെറുതായി സേമിയ പൊട്ടിച്ച് ആ പാത്രത്തിലിടാം. ഇപ്പൊ നീ മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിലും പായസം ഉണ്ടാക്കാൻ ഒരുങ്ങിയില്ലേ? അതുപോലെ നിന്നെ മണിയറയ്ക്കുള്ളിലേക്ക് കയറ്റിവിട്ട് കഥ കടച്ചിട്ടെ ഈ ശാലിനി ഇവിടുന്ന് പോവും. നമുക്ക് കാണാടി. ആ കാണാം. ബാക്കിയോടെ ചെയ്യേ, പെട്ടെന്ന് പെട്ടെന്ന്. സരള പ്രസവിച്ചു എന്നേ ഉള്ളൂ. കുഞ്ഞുനാള് മുതല് സരളയേക്കാൾ സുസ്മിതയ്ക്ക് വിശ്വാസം എന്നെയാ. അവളുടെ ജീവിതത്തിലെ പ്രധാന മുഹൂർത്തങ്ങളിലൊക്കെ ഞാൻ ഒപ്പം ഉണ്ടായിരുന്നു. ശാന്തി മുഹൂർത്തത്തിന് സുസ്മിതയെ മണിയറയിലേക്ക് കയറ്റിവിട്ടിട്ടേ ഇന്ന് മടക്കമുള്ളൂ. അതും കൂടിയായ വലിയൊരു ചുമതല കഴിഞ്ഞു. സുസ്മിത ഉണ്ടാക്കി പായസം റെഡി. മോളെ, ആദ്യം പത്മാവതിക്ക് കൊടുക്ക്. സരളെ ഞാനൊന്നും അല്ല, ഇനി മുതൽ പത്മാവതിയാ നിന്റെ അമ്മ. പത്മാവതിക്കായിരിക്കണം ഇനി എല്ലാ കാര്യങ്ങളിലും ആദ്യ പരിഗണന. കൊടുക്കു സുസ്മിതേ. ഞങ്ങൾക്ക് പത്മാവതി, നേരെ വാ നേരെ പോ എന്നുള്ള ഒരാളാ സുസ്മിത. അവളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു തെറ്റുണ്ടായ പത്മാവതി ഒന്ന് പറഞ്ഞ് തിരുത്തി കൊടുക്കണം. അതൊക്കെ ഞാൻ ഏറ്റുന്നേ. ഈ പായസം കണ്ട് നീ മനപ്പായസം ഉണ്ടണ്ടടാ. ശാന്തി മുഹൂർത്തമൊന്നും നടക്കാൻ പോകുന്നില്ല. പകരം നിന്റെ നിത്യശാന്തിയാ ഉണ്ടാവാൻ പോകുന്നത്. എനിക്കുള്ളത് ഇനി തന്നേക്കേ. ഇനി തന്നേ.
സുസ്മിത ഉണ്ടാക്കിയ പായസം എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇതെന്തു പറ്റി? അയ്യേ, ഓടവെള്ളം പോലെ ഇരിക്കുന്നു. സുസ്മിതയുടെ മനസ്സ് പോലെ തന്നെ. മധുരം അല്പം കുറവുണ്ട്. വേണ എനിക്ക് തോന്നുന്നത് സുസ്മിതയെ പാചകം പഠിപ്പിക്കാൻ പത്മാവതി നന്നായി പണിയെടുക്കേണ്ടി വരുമെന്ന്. സത്യാമ്മ വിഷമിക്കണ്ട. സുസ്മിത എന്റെ കയ്യിലേക്കല്ലേ കിട്ടിയിരിക്കുന്നേ. എല്ലാം പഠിപ്പിച്ചിട്ടേ വിടൂ. ഇത് തന്നെയാ പറ്റിയ ടൈം. അയ്യോ, അമ്മേ. എന്തുപറ്റി മോളെ? എന്തുപറ്റി? എന്താ? എന്റെ വയറ്. മോളെ എന്താ? വയറുവേദന. അയ്യോ, സഹിക്കാൻ പറ്റുന്നില്ല ആന്റി. ആക്ടിംഗ് ആണല്ലേടി. ആക്ടിങ് തന്നെയാണടി. പക്ഷെ നീയൊന്നും വിചാരിച്ചാ ഇത് പൊളിക്കാൻ പറ്റില്ല. അയ്യോ, എന്താ? എന്താ? അയ്യോ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മോളെ. അല്ല, എന്താ മോളെ നിനക്ക്? ആന്റി, നീ എന്താ കഴിച്ചേ? അയ്യോ, ഇനി ദഹനക്കേട് പറ്റാണോ? അതിന് അവളുണ്ടാക്കിയ പായസം അവള് കഴിച്ചില്ലല്ലോ. വിഷ്ണു, ഈ സമയത്താണോടാ തമാശ പറയുന്നത്? അയ്യോ, സഹിക്കാൻ പറ്റുന്നില്ല ആന്റി. പത്മാവതി, ടാബ്ലറ്റ് വല്ല ഇരിപ്പുണ്ടോ? അത് ഇത് ടാബ്ലറ്റിലൊന്നും നിൽക്കില്ല. എനിക്ക് ഹോസ്പിറ്റലിൽ പോണം. ഇന്ന് സുസ്മിത തന്നെ അങ്ങ് തീരുമാനിച്ചാ മതിയോ? അതിന് എന്റെ വയറ്റിലുള്ള വേദന. ചികിത്സ എന്താന്ന് എനിക്കല്ലേ അറിയൂ. ഓ, പറഞ്ഞതുപോലെ അതും ശരിയാണല്ലോ. ഓ, അപ്പൊ പിന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ തന്നെ പോവാൻ സുസ്മിത. ഇത് ചിലപ്പോ മാരകമായ എന്തെങ്കിലും അസുഖമായിരിക്കും. അയ്യോ, ആണോ ശാലിനി? അതെ സത്യാമ്മ, ഇങ്ങനെ പ്രത്യേകിച്ച് മറ്റു ലക്ഷണങ്ങളൊന്നും ഇല്ലാത്ത വയറുവേദന അപ്പൻഡിസൈറ്റിസ് അല്ലേ? അയ്യോ, ചിലപ്പം ചെറിയൊരു ഓപ്പറേഷൻ കൊണ്ട് സുഖപ്പെടുത്താൻ പറ്റും. ഓപ്പറേഷനോ? ആ അതെ, ഓപ്പറേഷൻ തന്നെ. ഇവിടെ അടുത്തേ അപ്പൻഡിസൈറ്റിസിന്റെ സ്പെഷ്യാലിറ്റി ക്ലിനിക് ഉണ്ട്. ഇല്ലേ വിഷ്ണുട്ടാ? ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാ. അവരാ ഇവിടെ ഈ അസുഖത്തിന് ഫലപ്രദമായ ചികിത്സ നടത്തുന്നത്. നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാത്തൊരു ഭാഗം ഓപ്പറേറ്റ് ചെയ്ത് മാറ്റുന്ന അവര് പറയുന്നു. പിന്നെ വയറുവേദനയേ വരില്ല. എന്നാൽ അത് തന്നെ ചെയ്യാം. അയ്യോ, വേണ്ട വേണ്ട വേണ്ട, ഓപ്പറേഷൻ ഒന്നും വേണ്ട. മോളെ, അസുഖം വന്നാ ചികിത്സിക്കണ്ടേ? വേദന കാരണം ഒരു അടി പോലും നടക്കാൻ വയ്യാത്ത അവസ്ഥയിലാ. ഇപ്പൊ എനിക്ക് യാത്ര ചെയ്യാനൊന്നും വയ്യ. കണ്ണിക്കൂടെ പൊന്നീച്ച പാറുക. കുറച്ചു നേരം ടാബ്ലറ്റ്സ് കഴിച്ചു കിടന്നാ ശരിയാവും. എന്നാ വാ മോളെ, മരുന്ന് ഞാൻ എടുത്തു തരാം. വാ. അയ്യോ, അയ്യേ, സാരമില്ല മോളെ. വാ. എന്റെ വയറ്. ശാന്തി മുഹൂർത്തം വേണ്ടെന്ന് വെപ്പിക്കല അടവത്. അവള് വിചാരിച്ചൊന്നും നടക്കാൻ പോകുന്നില്ല വിഷ്ണുട്ട. ശാന്തി മുഹൂർത്തം കുറിച്ചെങ്കിൽ അതിന്ന് തന്നെ നടക്കും. ഇനിയും നിനക്ക് നിന്റെ അമ്മ തന്നെയാണ് പ്രധാനമെങ്കിൽ എനിക്ക് മാറി ചിന്തിക്കേണ്ടി വരും. ഇവിടെ ഞാനുണ്ടാവുമെന്ന് കരുതി നീ ഇങ്ങോട്ട് വരണമെന്നില്ല.
കല്യാണത്തിന് ഭക്ഷണം വിളമ്പാനുള്ള ചുമതല ഈവന്റ് മാനേജ്മെന്റിനെ ഏൽപ്പിച്ചെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. കാറ്ററിംഗുകാര് അവരുടെ തോന്നിവാസത്തിന് ഓരോന്ന് ഓരോ സ്ഥലത്ത് എറിഞ്ഞിട്ട് പോവും. പിന്നെ നമ്മളത് തേടി നടന്ന് കണ്ടുപിടിക്കണം, കഴുകി വൃത്തിയാക്കണം, ഓരോന്നും അതാതിന്റെ സ്ഥാനത്ത് വെക്കണം. വീടും അടുക്കളയൊക്കെ പഴയ പടിയാക്കി കിട്ടാൻ തന്നെ വേണം 1 മാസം. 4-5 പ്ലേറ്റും 8-10 ഗ്ലാസും കാണാതായിട്ടുണ്ട്. അത് അവന്മാര് തന്നെ കൊണ്ടുപോയിന്ന് എനിക്ക് തോന്നുന്നു. സാറിന്റെ കയ്യിൽ അവരുടെ നമ്പർ ഉണ്ടാവില്ലേ? പ്രീതി കുഞ്ഞ്, കുഞ്ഞ് ഞാൻ പറഞ്ഞത് വല്ലതും കേട്ടായിരുന്നോ? അല്ലേലും കുഞ്ഞെന്തിനാ എന്റെ പയ്യാരം കേക്കുന്നേ? വയറ്റ് കണ്ണിയായിട്ടും ഇത്രയും നേരം ഇവിടെ എല്ലാം ഓടി നടന്നതല്ലേ. പോയി ഉറങ്ങിക്കോ. പിള്ളേ, എന്താ സാർ? ഇതേതാടോ ഈ 15,000? അതിവിടെ കല്യാണത്തിന് വന്നൊരു ഉത്സാഹ കമ്മിറ്റിയുടെയാണ് സാർ. ഉത്സാഹ കമ്മിറ്റിയോ? അത് എടോ എന്തുവാടോ ഇത്? ആ തലയിൽ മൂടിയില്ലല്ലോ, പിന്നെ എന്തിനാണോ താനിങ്ങനെ ചൊറിഞ്ഞു പൊട്ടിക്കുന്നത്? കമ്മിറ്റിയെ കൊള്ളാം, ഉത്സാഹം കൂടിപ്പോയിരുന്നു മതി കേട്ടോ. എടോ ഇതെന്താടോ? ആ മോളെ, നീ കണക്കൊക്കെ നോക്കിയേ. ഈ പിള്ള പറയുന്നത് എന്റെ തലയിൽ കയറുന്നില്ല. ക്യാമറ 4 ലക്ഷം, കാറ്ററിംഗ് 10 ലക്ഷം. മോളെ പോയോ? ദേ പോണു. മോളെ പ്രീതി, അവളും പോയോ? എടോ ഇതേതോടെ 30,000? അത് പൂ വാങ്ങിയതിന്റെയാണ് സാർ. പൂവോ? എന്തോന്നാടോ ഇത്? പൂവുണ്ടാന്നോ കല്യാണം നടത്തുന്നേ? പെണ്ണുങ്ങൾക്ക് തലയിൽ ചൂടാനാണ് സാർ. വാടി കഴിഞ്ഞാൽ പിന്നെ ചൂടാനാകില്ല. ഓരോരുത്തർക്കും വേണം 1-2 മുഴം. പൂക്കൾക്ക് ഇപ്പൊ മുഴത്തിന് എത്ര രൂപയാണെന്ന് സാറിന് അറിയൂ? മതി മതി, ഇതിലും നല്ലത് ആണുങ്ങളുടെ ഉത്സാഹ കമ്മിറ്റിയാ. അല്ല, കമ്മിറ്റി കൂടാത്ത ഒരാളെങ്കിലും ഉണ്ടാവുമല്ലോ അല്ലേ? അർജുനേട്ടൻ എന്ത് തീരുമാനം എടുത്താലും ശരി, ഈ കല്യാണം എനിക്ക് കൂടിയേ തീരൂ. ഇക്കാര്യത്തിലൊരു തീരുമാനം അറിഞ്ഞിട്ടേ ഉള്ളൂ പ്രീതിക്ക് മുന്നോട്ടുള്ള ജീവിതം. നമ്മുടെ കുഞ്ഞു, നമ്മുടെ കുഞ്ഞു. എടോ ഇതെന്താടോ വീണ്ടും? നോക്കട്ടെ സാർ.
ഇത് ഇയാൾക്ക് മനസ്സിലാവുന്നില്ലയോ? ആ മോനെ അർജുൻ, എന്താടാ നീ അവിടെ തന്നെ നിൽക്കുന്നേ? ഇങ്ങോട്ട് കയറി വാ. ഹൈ, അല്ല മോനെ, നീ എന്താ കല്യാണത്തിന് വരായിരുന്നത്? അത് പിന്നെ അർജുനേട്ടാ, പ്രീതി, അയ്യോ ഇടമേ, വയറുവേന. അതെ, കുറെ നേരമായിട്ട് നീ ഒരേ ഡയലോഗ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. കുറച്ചു നേരത്തേക്ക് അതൊന്ന് മാറ്റി പിടിക്കണേ. എനിക്ക് പ്രാണവേദന, പൂച്ചയ്ക്ക് വിളയാട്ടം അല്ലടി. എലിയും പൂച്ചയായിട്ട് നീ ഉപമിച്ചത് എന്തായാലും കറക്റ്റാ സുസ്മിത. ഇവിടെ വിളയാട്ടം കാണിക്കുന്നത് നീയാന്ന് മാത്രം. എന്തെല്ലാം വിളയാട്ടം കാണിച്ചാലും നീ ഈ പൂച്ചയുടേത് രക്ഷപ്പെടാൻ പോകുന്നില്ലടി. വയർ വേദനിച്ച് വയ്യാതെ കിടക്കുന്ന എന്നെ വന്ന് വെല്ലുവിളിക്കുന്നോടി. ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. പാമാൻഡി. അയ്യോ, സത്യാമ്മയെ ഒന്നും വിളിക്കില്ലേ? ഞാൻ നിന്റെ സുഖവിവരം അന്വേഷിക്കാൻ വന്നതല്ലേ. ഒരു സുഖവും ഇല്ല. വയറ്റിനുള്ളിൽ ഞണ്ട് ഇറക്കുന്നത് പോലുള്ള വേദനയാ. ഈ ഹോസ്പിറ്റലിൽ പോണെന്ന് തീർച്ചയാണോ? ആ, പോണം. എനിക്ക് പരിചയമുള്ള ഒരു ഡോക്ടറുണ്ട്. ആ ഹോസ്പിറ്റലിൽ പോവാം. അവിടെ തന്നെ പോണെന്ന് എന്താ നിനക്ക് ഇത്ര നിർബന്ധം? അവിടെ പോകണ്ടെന്ന് നിനക്കെന്താ ഇത്ര നിർബന്ധം? സുസ്മിതേ, അതെ, ചെറിയൊരു ട്രീറ്റ്മെന്റ് തീരാവുന്നതേ ഉള്ളൂ ഈ വേദന. ടാബ്ലറ്റിലൊന്നും ഇത് നിൽക്കില്ല എന്ന് നിന്നോട് പലവട്ടം പറഞ്ഞതല്ലേ? അതിന് ടാബ്ലറ്റ് ആണെന്ന് നിന്നോട് ആരാ പറഞ്ഞു? ഇതേ വേറൊരു ട്രീറ്റ്മെന്റാ. ദേ, നിന്റെ ലാടവൈദ്യമൊക്കെ വേറെ എവിടെങ്കിലും കൊണ്ട് ചെലവാക്കടി. ഭാമാൻഡി, നിക്കവിടെ. ഇതേ, ഇത് കണ്ടിട്ട് നീ വേണമെങ്കിൽ പോയി വിളിച്ചോണ്ട് വാ. ഇനി വേറൊരു ചടങ്ങ് കൂടിയുണ്ട്. ശാന്തി മുഹൂർത്തം. എടി, അത് നടക്കാൻ പാടില്ല. എങ്ങനെയും മുടക്കണം. ഈ ലാടവൈദ്യം ഇവിടെ ചെലവാകുമെന്ന് ഒന്ന് നോക്കൂ സുസ്മിത. ഇത് ആ കുറച്ച് സമയത്തേക്ക് ഒരു ക്യാമറ വുമൺ ആവേണ്ടി വന്നു സുസ്മിത. ഈ മേഖലയിലെ എനിക്കൊരു ഭാവി ഉണ്ടോന്ന് നീ നോക്കിട്ട് പറ. അത് തന്നെ. താങ്ക്സ് മോളെ, ഈ ഐഡിയ പറഞ്ഞു തന്നേന്. ഹലോ എടി, ഞാൻ നിന്റെ ഒരു ഹെൽപ്പിന് വേണ്ടിയാ വിളിച്ചത്. ഓ, താലി മഹാത്മ്യമൊക്കെ കുറെ കേട്ടിട്ട് നിൽക്കുക ഞാൻ. ഇനി നിന്റെ വക കൂടി കേൾക്കാൻ ഒട്ടും താല്പര്യമില്ല. താലി കെട്ട് കഴിഞ്ഞു എന്നുള്ളത് ശരിയാ, അതല്ലല്ലോ പ്രധാനം. ഇനി വേറൊരു ചടങ്ങ് കൂടിയുണ്ട്. ശാന്തി മുഹൂർത്തം. എടി, അത് നടക്കാൻ പാടില്ല. നിന്റെ തലയിൽ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞതാ. നിനക്ക് മാത്രമല്ല, എനിക്കും വയറുവേദന. ഈ വയറുവേദന എന്ന് പറയുന്നത് പുറമേക്ക് കാണാൻ പറ്റുന്ന സംഗതിയൊന്നും അല്ലല്ലോ. അവറ്റ ഒരു ശാന്തി മുഹൂർത്തം പകൽക്കിനാവ് കാണുകയുള്ളൂ.
ശാലിനി ശാലിനി ഇത് ചതിയാ. നിന്നേക്കാൾ വലിയ ചതിയൊന്നും ആരെ കൊണ്ടും ചെയ്യാൻ പറ്റില്ല സുസ്മിത. നീ സ്വയം ഒരു ചതിയാ. ഈ കല്യാണം ചതി, നിന്റെ ജീവിതം ചതി. ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന സത്യാമ്മ വരെ ചതിക്കുന്നു. ശാലിനി എന്താടി നീ ഇതിൽ പറഞ്ഞു വെച്ചിരിക്കുന്നേ? കണ്ടു നോക്ക്. സത്യഭാമേ, നിങ്ങളൊരു മരമണ്ടിയാ. ഈ സുസ്മിത ആരാണെന്ന് നിങ്ങൾക്ക് ഇനി അറിയില്ല.